ഒന്നുകൂടി വേണം മരിക്കാൻ. ആരെങ്കിലും ഒന്നുപെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലാണ് മരിക്കുന്നതെങ്കിൽ ചെറുപ്പക്കാരാ ഒന്നുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുകൂടി മരിക്കുന്നവരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരുമ്പോ അവരുടെ കൂടെ ജിബ്രീൽ വരികയാണ്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടിട്ടാ മരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, പാട്ട് കേട്ടുറങ്ങുന്നവരുണ്ടല്ലോ, പടച്ചവനെ റീൽസ് കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വേണ്ടടാ ചെറുപ്പക്കാരാ, അവസാനം നീ ചെയ്ത കാര്യമാണ് നീ നാളെ പരലോകത്ത് വരുമ്പോ നിനക്കുണ്ടാകുന്നത്. അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, പടച്ചവനെ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ വലിയ നഷ്ടമാ, വലിയ ദോഷമാ. അതുകൊണ്ട് ഒന്നുപെടുത്തിട്ട് വേണം കിടക്കാൻ, ഒന്നുപെടുത്തിട്ട് വേണം മരിക്കാൻ, ഒന്നുകൂടി വേണം മരിക്കാൻ. പെങ്ങളെ, വലിയ അശുദ്ധിക്കാരിയായ കുളിക്കാൻ വല്ലാത്ത മടിയാ. രാവിലെ കുളിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. പടച്ചവനെ, തണുപ്പ് കാരണം കുളിച്ചില്ല. പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, കാപ്പി ഉണ്ടാകണം. ആ കുളിയങ്ങ് നീണ്ടു പോവുകയാ. ശാപം കിട്ടും പെങ്ങളെ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുകയാണ്. വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളി നീട്ടിക്കൊണ്ടു പോകരുത്. കഴിവിന്റെ പരമാവധി നീ എളുപ്പത്തിൽ കുളിക്ക്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ നന്മ എന്തെന്നറിയുവോ? അവൻ ഒന്നുകൂടി നടക്കുന്നവനാ, അവന് ശുദ്ധിയായി നടക്കുന്നവരാ. അല്ലാഹു തയ്യിബാണ്, അല്ലാഹുവിന് ഇഷ്ടം തയ്യിബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഒന്നുകൂടി നടക്ക്, ശുദ്ധിയായിട്ട് നടക്ക്. ഒന്നുപെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. ഉറങ്ങുമ്പോഴും ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങ്. മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ, നീ ഒന്നുകൂടി വേണം കിടന്നുറങ്ങാറ്. ഇങ്ങനെ നീ ജീവിച്ചാ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.